ലോകത്തിന്റെ നേതാവായ സയ്യിദുൽ വജൂദ് മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേൽ ധാരാളം സ്വലാത്ത് ചെല്ലണം എന്ന് പറയാനുള്ള ഒന്നാമത്തെ കാരണം ആ ഹബീബായ തങ്ങളല്ലേ നമുക്ക് നാളെ ശഫാഅത്തിന് വരുന്നത്. ഓരോരോ നബിമാരുടെ അടുക്കലേക്കും നമ്മൾ ചെല്ലുമ്പോൾ ആ നബിമാര് പറയുന്ന വാചകം മാ അനലഹാ, ഞാൻ അതിന് അർഹനല്ല. അവസാനം ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുത്തേക്ക് നമ്മൾ ചെല്ലുമ്പോൾ അതിന് അർഹൻ ഞാനാണെന്ന് പറയുമ്പോൾ ആ ഹബീബായ തങ്ങളല്ലേ നമുക്ക് നാളെ ശഫാഅത്തിന് വരുന്നത്. ആ ഹബീബായ തങ്ങളുടെ മേലിലല്ലേ നമ്മൾ ഒരുപാട് സ്വലാത്തുകൾ ചെല്ലേണ്ടത്. എന്നാൽ ഇന്ന് ഹബീബായ തങ്ങളെ പേര് കേൾക്കുമ്പോൾ നമുക്ക് സ്വലാത്ത് ചെല്ലാൻ കഴിയുന്നില്ല. ഹബീബായ തങ്ങളെ സ്വലാത്ത് നടക്കുന്ന മജ്‌ലിസ് ഉണ്ടല്ലോ, ആ മജ്‌ലിസിലേക്ക് ഇരിക്കാൻ നമ്മുടെ മനസ്സ് പാകപ്പെടുന്നില്ല. അവിടത്തേക്ക് മദ്ഹുകൾ പറയാ നമ്മുടെ മനസ്സ് പാകപ്പെടുന്നില്ല. ആ തങ്ങളല്ലേ നമുക്ക് നാളെ ശഫാഅത്ത് നിൽക്കുന്നത്. ആ തങ്ങളെ നാം ബഹുമാനിക്കണ്ടേ, ആ തങ്ങളെ നാം ഹുബ്ബ് വെക്കണ്ടേ. പക്ഷേ ഇന്ന് നമ്മൾ സ്നേഹിക്കുന്നുണ്ടോ? അവിടുത്തോട് ബഹുമാനം കാണിക്കുന്നുണ്ടോ എന്ന് നമ്മളൊന്ന് പരിശോധിച്ചു നോക്കണം. എന്നാലേ ഏറ്റവും വലിയ ഭാഗ്യം ലഭിച്ചവനാണ് നമ്മൾ. കാരണം ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉമ്മത്തിൽ ചേരാൻ അല്ലാഹു നമുക്ക് തന്ന ഏറ്റവും വലിയ ഭാഗ്യവാന്മാരാണ്. എന്നിട്ട് പോലും നമ്മൾ സ്വലാത്ത് ചെല്ലുന്നില്ല. അവിടുത്തെ പേര് കേൾക്കുമ്പോൾ നമുക്ക് സ്വലാത്ത് ചെല്ലാൻ കഴിയുന്നില്ല. ബനൂ ഇസ്രായേൽ മൂസാ നബി അലൈഹിസ്സലാമിന്റെ കാലഘട്ടത്തിൽപ്പെട്ട ഒരാളുണ്ടായിരുന്നു. ഒരു നന്മയും ചെയ്യാത്ത വളരെ മോശമായ അവസ്ഥയിൽ ജീവിച്ച ആളായിരുന്നു. അയാളുടെ മരണത്തിന് ശേഷം അയാൾ വളരെ നല്ല അവസ്ഥയിലായി സ്വപ്നം കാണപ്പെട്ടു. അയാളോട് ചോദിച്ചു, നിങ്ങൾ ഈ അവസ്ഥയിൽ എത്താൻ കാരണം എന്താണ്? അപ്പോൾ അയാൾ പറഞ്ഞു, ഞാൻ ഒരു ദിവസം തൗറാത്ത് തുറന്നപ്പോൾ നോക്കിയപ്പോൾ അല്ലാഹുവിന്റെ ഹബീബായ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വിശേഷണം പറയുന്ന ഭാഗങ്ങളാണ് എനിക്ക് കിട്ടിയത്. ഞാൻ അവിടുത്തെ പേരിനെ ചുംബിക്കുകയും എന്റെ തലയ്ക്ക് മീതെ വെക്കുകയും ചെയ്തപ്പോൾ അക്കാരണത്താൽ അല്ലാഹു എന്നോട് കരുണ കാണിച്ചു എന്ന് മൂസാ നബിയുടെ കാലഘട്ടത്തിലുള്ള ആളുകൾ പറയുമ്പോൾ ഹബീബായ തങ്ങളുടെ ഉമ്മത്തിൽപ്പെട്ട നമ്മളുടെ അവസ്ഥയൊന്ന് നമ്മൾ ചിന്തിച്ചു നോക്കണം. നമ്മൾ എവിടെ